നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ബുധനാഴ്ച വൈകിട്ട് അവസാനിക്കും. കൊട്ടിക്കലാശത്തോടെ പ്രചരണം അവസാനിപ്പിക്കാൻ മുന്നണികൾ, വോട്ടുറപ്പിക്കാൻ അവസാനവട്ട ഓട്ടപ്രദക്ഷിണവുമായി സ്ഥാനാർത്ഥികൾ. വർഗീയ കാർഡിറക്കി വോട്ട് പിടിക്കാനുള്ള BJPയുടെ തന്ത്രം ഇനി വിലപ്പോവില്ലെന്ന് പാണക്കാട് മുനവ്വർ അലി തങ്ങൾ. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ട്രെൻഡ് മാറി, ഭരണഘടന മാറ്റിമറിക്കാനാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയത് ദുരുദ്ദേശപരവും ഗുരുതരവുമായ പരാമർശമെന്ന മലപ്പുറം UDF സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീർ. ഇത് പദവിക്ക് ചേർന്നതല്ലെന്നും ഭരണഘടനാ ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയതെന്നും ET. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി വിദ്വേഷം പ്രസംഗിച്ചിട്ടില്ലെന്ന് ന്യൂനപക്ഷ മോർച്ച ദേശീയ സെക്രട്ടറി സെയ്ദ് ഇബ്രാഹിം. പ്രധാനമന്ത്രി ന്യൂനപക്ഷങ്ങളുടെ രക്ഷകൻ. B4 മുന്നണിയുടെ പിന്തുണയിൽ LDF ഭരിക്കുന്ന പട്ടാമ്പി നഗരസഭയിൽ UDFന്റെ അവിശ്വാസം. ചെയർപേഴ്സണെതിരെയാണ് UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. നിലവിലെ നഗരസഭാ ഭരണത്തിൽ പലരും അതൃപ്തരെന്ന് UDF കൗൺസിലർമാർ. വഴിമുട്ടുമെന്ന ആശങ്കയിൽ ഒറ്റപ്പാലം എറക്കോട്ടിരിയിൽ റെയിൽവേ ലൈനും ഭാരതപ്പുഴയ്ക്കും മധ്യേ താമസിക്കുന്ന 50ഓളം കുടുംബങ്ങൾ. വികസനത്തിന്റെ പേരു പറഞ്ഞ ഈ ഭാഗത്തേക്കുള്ള നടവഴി റെയിൽവേ അടയ്ക്കാൻ ഒരുങ്ങുന്നതായി പ്രദേശവാസികൾ. ബദൽ മാർഗം ഒരുക്കണമെന്നും ആവശ്യം. ഒറ്റപ്പാലം ലക്കിടി മുളഞ്ഞൂരിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ച കേസ്. റെയിൽവേ ജീവനക്കാരനടക്കം 2 പേർ അറസ്റ്റിൽ. റെയിൽവേ ജീവനക്കാരനായ അശോക് കുമാർ, മീറ്റ്ന സ്വദേശി പ്രശാന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ബുധനാഴ്ച വൈകിട്ട് സമാപിക്കും. കൊട്ടിക്കലാശത്തോടെയാകും പ്രചരണത്തിന് കൊടിയിറങ്ങുക. ദേശീയ സംസ്ഥാന നേതാക്കളെയെല്ലാം രംഗത്തിറക്കി അവസാന മണിക്കൂറുകളിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. രണ്ടു മാസത്തോളം നീണ്ട ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്തിനാണ് ബുധനാഴ്ചയോടെ സംസ്ഥാനത്ത് കൊടിയിറങ്ങുന്നത്. കൊട്ടിക്കലാശത്തോടെയാകും വീറും വാശിയും നിറഞ്ഞു നിന്ന പ്രചാരണത്തിന്റെ സമാപനം. സ്ഥാനാർത്ഥികളുടെ അവസാനവട്ട മണ്ഡല പര്യടനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇനിയുള്ള മണിക്കൂറുകളിൽ മൈക്ക് അനൗൺസ്മെന്റും റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ കളം നിറയും. കടുത്ത ചൂടിനെ പോലും തോൽപ്പിച്ചാണ് സ്ഥാനാർത്ഥികൾ ഇത്തവണ പോരിനിറങ്ങുന്നത്. സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 25 പേർ സ്ത്രീകളാണ്, പുരുഷന്മാർ 169. പരസ്യപ്രചാരണം ബുധനാഴ്ച വൈകിട്ട് 6-ന് അവസാനിക്കുമെങ്കിലും വോട്ടുറപ്പിക്കാനുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അടവുകൾ ഇലക്ഷൻ ദിനം വരെ തുടരും. അടിയൊഴുക്കുകൾ അനുകൂലമാക്കാൻ അവർക്ക് തുടർന്നും മണിക്കൂറുകൾ ബാക്കിയുണ്ട്. ദേശീയ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമായാണ് മുന്നണികൾ ഈ തിരഞ്ഞെടുപ്പിന് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് അനുകൂലമായ ഓരോ വോട്ടും പെട്ടിയിൽ വീഴിക്കാനുള്ള പരിശ്രമത്തിലാണ് നേതാക്കളും അണികളും. വോട്ട് ചെയ്യാൻ മാത്രമായി സംസ്ഥാനത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരും വിദേശത്തു നിന്നുള്ളവരുമെല്ലാം നാട്ടിലെത്തുന്നുണ്ട്. 26-ന് കേരളം വിധിയെഴുതുമെങ്കിലും ഫലമറിയാൻ 1 മാസത്തിലധികം കാത്തിരിക്കണം. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം ജൂൺ 4-നാണ് ഫലപ്രഖ്യാപനം. വർഗീയ കാർഡുകൾ ഇറക്കി വിദ്വേഷവും വിവേചനവും പ്രചരിപ്പിച്ച് വോട്ട് പിടിക്കാനുള്ള BJPയുടെ തന്ത്രം ഇനി വിലപ്പോവില്ലെന്ന് പാണക്കാട് മുനവ്വർ അലി തങ്ങൾ. നെല്ലായിൽ UDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥതയും സമാധാനവും നിറഞ്ഞ ഇന്ത്യയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് മാത്രമേ ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയൂ എന്നും മുനവ്വർ അലി തങ്ങൾ പറഞ്ഞു. ഇന്ന് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ 20 സീറ്റും കിട്ടുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ മുന്നണിക്ക് കരുത്തേകുക എന്നുള്ളത് ഇന്ന് ഇന്ത്യയിലെ ഓരോ ജനാധിപത്യ വിശ്വാസികളുടെയും കടമയായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു ഘട്ടം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ഇനി വർഗീയ കാർഡുകൾ ഇറക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും വിദ്വേഷവും അതുപോലെ വിവേചനമുണ്ടാക്കി അവർ നടത്തുന്ന ഈ ഒരു പ്രചരണായുധം അത് വീണ്ടും ഉപയോഗിക്കേണ്ടതാണ്.
ജനങ്ങളെ മടുത്തിരിക്കുകയാണ്. സ്വസ്ഥത നിറഞ്ഞ ഒരു ഇന്ത്യയെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഭയപ്പാടോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലങ്ങൾ അതിന് അവസാനം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുകയാണ്. പക്ഷെ ഇന്ന് ആഗ്രഹം സഫലീകരിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണിക്ക് മാത്രമേ നമുക്ക് ഇന്ത്യയെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഭരണഘടനയെ മാറ്റിമറിക്കാനാണ് BJPയുടെ നീക്കമെന്നും പാർലമെന്റിൽ വലിയ ഭൂരിപക്ഷം ലഭിച്ചാൽ അവർ അത് ചെയ്യുമെന്നും യോഗം ഉദ്ഘാടനം ചെയ്ത മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PAM സലാം പറഞ്ഞു. ഈ നമ്മൾ പറഞ്ഞ ഭരണഘടനാ തത്വങ്ങൾ, ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ അത് മാറ്റിമറിക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. BJPയുടെ ആദരണീയരായ ദേശീയ നേതാക്കൾ പറഞ്ഞെന്താണെന്നോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഭരണഘടന മുച്ചൂടും മാറ്റും. ഭരണഘടന മുച്ചൂടും മാറ്റുന്നത് എന്താ? നമ്മുടെ ഭരണഘടന ഇപ്പൊ ജനാധിപത്യ സംവിധാനത്തിലൂടെ പോകുന്നു. ജനങ്ങളെ ഭരിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ജനങ്ങളെ നിശ്ചയിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കുന്ന ജനങ്ങളുടെ ഭരണം. ഭരണഘടന മാറ്റിക്കഴിഞ്ഞാലോ അത് പ്രസിഡൻഷ്യൽ റൂളാകാം. അമേരിക്കയിലുള്ളതുപോലെ പാകിസ്ഥാനിലുള്ളതുപോലെയൊക്കെ പട്ടാളത്തിന്റെ പിന്തുണയോടുകൂടി ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലൊക്കെയുള്ള പോലെ ഏകാധിപത്യ സ്വച്ഛാധിപത്യ രാജ്യമായി മാറാം. മനുഷ്യന്റെ പ്രാഥമിക പൗരാവകാശങ്ങളും മൗലികാവകാശങ്ങളും നിഹനിക്കപ്പെടാം. അതൊക്കെ മാറ്റിമറിക്കാം. നെല്ലയ സിറ്റിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ നേതാക്കളായ മരക്കാർ മാരായമംഗലം KA അസീസ്, P ഹരിഗോവിന്ദൻ, C ചന്ദ്രൻ, മേലാടയിൽ ബാപ്പുട്ടി, മൂസ പേങ്ങാട്ടി തുടങ്ങിയവരും പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരുദ്ദേശപരവും ഗുരുതരവുമായ പരാമർശം നടത്തിയെന്ന് മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ. മുസ്ലിങ്ങളെപ്പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതും രാഷ്ട്രീയ പ്രേരിതവുമായ പ്രസ്താവനയാണ് പ്രധാനമന്ത്രി നടത്തിയത്. വർഗീയപരമായ പ്രചാരണങ്ങൾ നടത്തുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പ്രധാനമന്ത്രി ഭരണഘടനാ ലംഘനം നടത്തിയെന്നും ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. നാട്ടിലെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ചില വിവാദപരമായ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രേരിതമായ ചില പ്രസ്താവനകൾ നടത്തിയതായി വാർത്തകൾ കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ ദുരുദ്ദേശപരമായ ഒരു പരാമർശനമാണ് നടത്തിയത്. ദൂരവ്യാപകമായ പ്രത്യാഘാതം രാജ്യത്തുണ്ടാക്കുന്ന അത്തരം പ്രസ്താവനകളെ ശക്തിയായി ഞാൻ എതിർക്കുകയാണ്, അപലപിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്താൻ പ്രധാനമന്ത്രിക്ക് പാടില്ലാത്തതാണ്. അദ്ദേഹം ഭരണഘടനാപരമായ ലംഘനമാണ് ശരിക്കും. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്വേഷം പ്രസംഗിച്ചിട്ടില്ലെന്ന് ന്യൂനപക്ഷ മോർച്ച ദേശീയ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറിയവരെ ഉദ്ദേശിച്ചാണ് നരേന്ദ്രമോദി പറഞ്ഞത്. 2006 ദേശീയ വികസന സമിതി യോഗത്തിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രസംഗം സൂചിപ്പിച്ചാണ് നരേന്ദ്രമോദി പറഞ്ഞതെന്നും സയ്യിദ് ഇബ്രാഹിം പറഞ്ഞു. നരേന്ദ്രമോദി ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷിതനാകുന്ന പ്രധാനമന്ത്രിയാണെന്നും സയ്യിദ് ഇബ്രാഹിം പെരിന്തൽമണ്ണയിൽ പറഞ്ഞു. மாண்புமிகு பாரத பிரதமர் திரு நரேந்திர மோடி அவர்கள் ராஜஸ்தான் மாநிலத்தின் தேர்தல் பிரச்சாரத்தின் போது அந்த மக்களிடத்தில் சொன்ன ஒரு விஷயம், மைனாரிட்டிக்கு அகேன்ஸ்டாக மோடி பேசியிருக்கிறார் என்பது போன்று தவறாக காங்கிரஸும் கம்யூனிஸ்டும் பரப்பி கொண்டிருக்கிறது. அதில் மிக முக்கியமான விஷயம் என்னென்னா, முஸ்லீம்கள் நிறைய குழந்தைகள் பெற்றுக்கொள்கிறார்கள். குறிப்பாக எல்லை தாண்டி வந்த பங்களாதேஷிலிருந்து பாகிஸ்தானிலிருந்து வந்த முஸ்லீம்கள் இந்த நாட்டில் அமர்ந்து கொண்டு நிறைய குழந்தைகளை பெற்றுக்கொண்டு காங்கிரஸுக்கு ஓட்டளிக்க வேண்டும் என்ற ஒரே காரணத்திற்காக இருக்கிறார்கள். அப்போ காங்கிரஸ் 10 வருஷத்திற்கு முன்னால் மன்மோகன் சிங் அரசு என்ன சொன்னதுன்னா, இங்கே முஸ்லீம்களுக்குத்தான் முன்னுரிமை, அரசனுடைய எல்லா விஷயங்களிலும் முஸ்லீம்களுக்குத்தான் முன்னுரிமை கொடுக்கப்படும் அப்படின்னு சொல்லும் பொழுது, அப்போ நிறைய ஊடுருவி வந்த இஸ்லாமியர்கள் இதுபோன்று குழந்தைகளை பெற்றுக்கொண்டு அவர்களுக்கு மட்டுமே ஒட்டுமொத்த நலனும் தர வேண்டும் என்றால், அப்போ இந்த மாநிலத்தில் உள்ள இந்த நாட்டில் உள்ள மற்ற மக்களுக்கு என்ன நிலைமை? அதனால் அவர்களுக்கு நீங்கள் வாக்களிக்க போகிறீர்களா, எங்களுக்கு வாக்களிக்க போகிறீர்களா அப்படின்றதான் பாரத பிரதமர் கேட்டார். முஸ்லீம்களுக்கு எதிராக, இந்தியாவில் உள்ள முஸ்லீம்களுக்கு எதிராக பேசல,
பாகிஸ்தான் பங்களாதேஷிலிருந்து வந்தவர்களை மன்மோகன் சிங் அரசு ஆதரித்தது. அதை ஆதரிக்க கூடாது, இங்குள்ள எல்லோரையும் சமமாக கருத வேண்டும். சப்கா சாத் சப்கா விகாஸ், எல்லோரையும் அரவணைத்து எல்லோருக்குமான வளர்ச்சி என்பதுதான் நரேந்திர மோடி அவர்களுடைய பேச்சாக இருந்தது. அதை திட்டமிட்டு அவதூறாக காங்கிரസും കമ്മ്യൂണിസ്റ്റും തവറാக പ്രചാരണം ചെയ്യുகிறார்கள். ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്താൻ ഇടതുപക്ഷം കൂടെ നിന്നിട്ടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി എൻ ഷംസുദ്ദീൻ എം.എൽ.എ. മണ്ണാർക്കാട് നിയോജക മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അലനല്ലൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ ഇവിടെ ഇടതുപക്ഷങ്ങൾ പറയുന്നു ഞങ്ങളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന്. നിങ്ങൾ എവിടെ ഇന്ത്യ മുന്നണിയിലുള്ളത്? ഒരു കൊല്ലം മുമ്പ് വിശാലമായ ഒരു മതേതര മുന്നണി രൂപീകരിച്ചപ്പോൾ നിങ്ങളേക്ക് വന്നു, ശരിയാണ്. പക്ഷെ അത് ശക്തിപ്പെടുത്താൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ നിങ്ങൾ എവിടെയെങ്കിലും വന്നോ? അതിൻ്റെ ഉപസമിതികളിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ വന്നോ? ഇല്ല. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ യഥാർത്ഥ കുടിവാഹകന്മാർ ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. നരേന്ദ്രമോദിയുടെ 10 വർഷത്തെ ഭരണം മൂലം ഇന്ത്യയും പട്ടിണി രാജ്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടെന്നും എൻ ഷംസുദ്ദീൻ എം.എൽ.എ. പറഞ്ഞു. 30 പട്ടിണി രാജ്യങ്ങളാണുള്ളത്. നമ്മൾ അതിൽ ഉണ്ടായിരുന്നില്ല മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ. എന്നാൽ നരേന്ദ്രമോദിയുടെ 10 കൊല്ലത്തെ ഭരണം കഴിഞ്ഞപ്പോൾ നമ്മൾ പട്ടിണി രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം വരണം. രാജ്യത്ത് പുരോഗതി ഉണ്ടാകണം, പാവപ്പെട്ടവൻ അഭിവൃദ്ധി ഉണ്ടാകണം. അല്ലാതെ ഈ വർഗീയത കൊണ്ട് വയറ് നിറയുകയില്ല. അത് ജനം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലിയ അങ്കലാപ്പിലാണ്. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി 400 സീറ്റ് കിട്ടി ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് മോഡിക്ക് ഇനി ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അലനല്ലൂർ ചന്തപ്പടിയിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ UDF നിയോജകമണ്ഡലം ചെയർമാൻ റഷീദ് ആലായൻ അധ്യക്ഷനായി. യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി ഫൈസൽ ബാബു, യൂത്ത് കോൺഗ്രസ് നേതാവ് ഡോക്ടർ പി സരീൻ, UDF നേതാക്കളായ ടി എ സിദ്ദിഖ്, പി അഹമ്മദ് അഷ്റഫ്, അസീസ് ഭീമനാട്, കല്ലടി അബൂബക്കർ, യൂസഫ് പാക്കത്ത്, കെ വേണുഗോപാൽ, ഗഫൂർ കോൽക്കളത്തിൽ, KT ഹംസപ്പ, VC രാമദാസ്, തച്ചമ്പറ്റ ഹംസ, ഹബീബുള്ള അൻസാരി, ബഷീർ തെക്കൻ, കാസിമാലായൻ തുടങ്ങിയവർ പങ്കെടുത്തു. V4 മുന്നണിയുടെ സഹകരണത്തോടെ LDF ഭരിക്കുന്ന പട്ടാമ്പി നഗരസഭയിൽ UDFന്റെ അവിശ്വാസം. ചെയർപേഴ്സണെതിരെയാണ് UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. നിലവിലെ നഗരസഭാ ഭരണത്തിൽ പലരും അതൃപ്തരാണെന്ന് UDF അംഗങ്ങൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. V4 മുന്നണിയുടെ പിന്തുണയിൽ പട്ടാമ്പി നഗരസഭ ഭരിക്കുന്ന LDFിലെ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിക്കെതിരെയാണ് UDF കൗൺസിലർമാർ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. പാലക്കാട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്കാണ് 11 UDF കൗൺസിലർമാർ ഒപ്പിട്ട നോട്ടീസ് നൽകിയിട്ടുള്ളത്. നഗരസഭയിൽ ഏകാധിപത്യപരമായ നിലപാടുകളാണ് ചെയർപേഴ്സന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും പല ജനകീയ വിഷയങ്ങളിലും വേണ്ട തരത്തിൽ ഇടപെടുന്നില്ലെന്നുമാണ് UDF കൗൺസിലർമാരുടെ ആരോപണം. കുടിവെള്ള വിഷയത്തിലും ലൈഫ് ഭവന പദ്ധതിയിലുമെല്ലാം സ്വന്തക്കാർക്ക് മാത്രമാണ് ചെയർപേഴ്സൺ മുൻഗണന നൽകുന്നതെന്നും കൗൺസിലർമാർ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഒരു ലക്കും ലഗാനും ഇല്ലാതെ ചട്ടവിരുദ്ധമായിട്ടുള്ള ചെയർപേഴ്സണ് മുൻകൂർ അനുമതി, ലക്ഷങ്ങൾ മുൻകൂർ അനുമതി കൊടുക്കുന്നതിന് എതിരായിട്ട് രൂക്ഷമായ കുടിവെള്ളക്ഷാമം ഈ വേനലിൽ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് അതിനെതിരായിട്ട് നിഷ്ക്രിയമായ സമീപനം കാണിക്കുന്ന നിലപാടിനെതിരായിട്ട് അതുപോലെ ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കപ്പെടുകയാണ്. ഇഷ്ടക്കാരെ തിരികെ കയറ്റി മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് കുറേ അപേക്ഷകർക്ക് ഉണ്ടെങ്കിലും അതൊന്നും നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവനവൻ്റെ ആളുകളെ തിരികെ കയറ്റുന്ന ലൈഫ് ഭവന പദ്ധതി അട്ടിമറിക്കപ്പെടുന്നതിനെതിരായിട്ട് എല്ലാം UDF ഇന്ന് അവിശ്വാസം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മറ്റ് കൗൺസിലർമാർക്കും ചെയർപേഴ്സന്റെ നടപടികളിൽ വിയോജിപ്പുണ്ട്. ഇക്കാര്യം അവിശ്വാസ ചർച്ചയിൽ പ്രകടമാകുമെന്നാണ് വിശ്വാസമെന്നും UDF കൗൺസിലർമാർ പറഞ്ഞു. ഈ ഭരണസമിതിയിൽ കക്ഷികൾ നമുക്കറിയാം, കോൺഗ്രസ്, CPM, V4 പട്ടാമ്പി, BJP, അങ്ങനെയാണ്. അല്ലെ, കോൺഗ്രസ് അല്ല, UDF, CPM, V4 പട്ടാമ്പി, BJP. ഞങ്ങൾ പറഞ്ഞ UDFന്റെ 11 അംഗങ്ങളുടെ ഈ അവിശ്വാസത്തിന് പറയുന്ന കാരണങ്ങൾ അനുകൂലിക്കുന്ന ബാക്കിയുള്ള 17 അംഗങ്ങളുണ്ട്. ആർക്കും ഇതിൽ വോട്ട് ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അതെല്ലാവരും മനസ്സിലുള്ള കാര്യങ്ങളാണ്. അപ്പം അത് വിജയിക്കുക വിശ്വാസം തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൗൺസിലർമാരായ C സംഗീത, K ബഷീർ, മുസ്തഫ, സൈദലവി വടക്കേതിൽ, മുനീറ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നഗരസഭയിൽ 28 അംഗ കൗൺസിലർമാരാണ് ഉള്ളത്. UDFന് 11, LDFന് 10, V4 മുന്നണിക്ക് 6, BJPക്ക് 1 അംഗവുമാണ് ഉള്ളത്. നിലവിൽ LDF ഭരണത്തിനൊപ്പം നിൽക്കുന്ന V4 മുന്നണിയുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ UDF കൗൺസിലർമാർ കൊണ്ടുവന്ന അവിശ്വാസം പാസ്സാകാനിടയുള്ളൂ. വൈസ് ചെയർമാന്റെ നേതൃത്വത്തിലുള്ള V4 മുന്നണിയുടെ നിലപാടുകൾ വരും ദിവസങ്ങളിൽ വ്യക്തമായേക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം ലക്കിടി മുളഞ്ഞൂരിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ച കേസിൽ റെയിൽവേ ജീവനക്കാരനടക്കം 2 പേർ അറസ്റ്റിൽ. കയറാംപാറ സ്വദേശി റെയിൽവേ ജീവനക്കാരനായ അശോക് കുമാർ, മീറ്റ്ന സ്വദേശി പ്രശാന്ത് എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. മുളഞ്ഞൂർ മന്നത്തുപറമ്പിൽ ശേഖരന്റെ ഭാര്യ രമയുടെ 2.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് ബൈക്കിലെത്തിയ 2-അംഗ സംഘം പിടിച്ചുപറിച്ചത്. കേസിൽ മീറ്റ്ന SRK നഗർ ചമ്പക്കര വീട്ടിൽ 40-കാരനായ പ്രശാന്ത്, കയറമ്പാറ ആലിക്കൽ വീട്ടിൽ 40-കാരനായ അശോക് കുമാർ എന്നിവരെയാണ് ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ അശോക് കുമാർ വാടാനാംകുറിശി റെയിൽവേ ഗേറ്റിലെ ജീവനക്കാരനാണ്. ഏപ്രിൽ 18-ന് ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം നടന്നത്. ലീസിനെടുത്ത വാഴത്തോട്ടം നനയ്ക്കുന്നതിനായി രമ പോകുന്നതിനിടയിൽ ബൈക്കിലെത്തിയ അശോക് കുമാറും പ്രശാന്തും വഴി ചോദിക്കാനെന്ന വ്യാജേനെ അടുത്തെത്തുകയും പിന്നിലിരുന്ന റെയിൽവേ ജീവനക്കാരനായ അശോക് കുമാർ മാല പിടിച്ചുപറിച്ച് ഇരുവരും രക്ഷപ്പെടുകയുമായിരുന്നു. 18/4/2024 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ എൻ്റെ ഭാര്യ വാഴത്തൊടിയിലേക്ക് പോകുമായിരുന്നു. ആ പോണ സമയത്ത് രണ്ട് പേര് വന്നിട്ട് വഴി ചോദിച്ചു. ഒരാൾ വഴി ചോദിച്ചു. ഒരു ബൈക്ക് ഫ്രണ്ടിൽ നിർത്തിയാൽ തന്നു. ആ ബൈക്കിൻ്റെ ആൾ ഹെൽമെറ്റ് തരണം. ഈ മാല പൊട്ടിക്കാൻ വന്ന വ്യക്തി ഹെൽമെറ്റ് ഇട്ടായിരുന്നില്ല. അയാൾ വന്നത് വഴി ചോദിച്ചു ഉടനെ മാല പൊട്ടിക്കലും ഓടലും കഴിഞ്ഞു. പിന്തുടർന്ന് പോയപ്പോൾ അവരെ പിടിക്കാൻ സാധിച്ചു. തുടർന്ന് രമ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ ഉപയോഗിച്ച സ്കൂട്ടർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇരുവരും പിടിയിലാവുകയായിരുന്നു. ASP രാജേഷ് കുമാർ IPS, CITP ഫർഷാദ്, SI-മാരായ ജയപ്രദീപ്, റഷീദ് അലി, SCPO-മാരായ H അർഷാദ്, K ജയരാജൻ, സജിത് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഒറ്റപ്പാലം ഇറക്കോട്ടിരിയിൽ ഭാരതപ്പുഴയ്ക്കും റെയിൽവേ ലൈനിനും മധ്യ താമസിക്കുന്ന കുടുംബങ്ങളും കർഷകരും സഞ്ചാരമാർഗം ഇല്ലാതാകുമെന്ന ആശങ്കയിൽ. റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി വഴി കൊട്ടിയടയ്ക്കുമെന്ന വിവരമാണ് പ്രദേശത്തെ 50-ലേറെ കുടുംബങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുന്നത്. പാലപ്പുറം റെയിൽവേ സ്റ്റേഷന് സമീപത്തായി കിഴക്ക് ഭാഗത്ത് താമസിക്കുന്ന കുടുംബങ്ങളാണ് എങ്ങനെ സഞ്ചരിക്കുമെന്നറിയാതെ ആശങ്കയിലായിരിക്കുന്നത്. ഇവിടേക്കുള്ള വഴിയടയ്ക്കുമെന്ന് പറയുന്ന റെയിൽവേ ആദ്യഘട്ടമായി പ്രദേശത്തെ കുടുംബങ്ങൾ നടക്കാൻ ഉപയോഗിച്ചിരുന്ന അഴുക്കുചാലിന് മുകളിലെ സ്ലാബുകൾ എടുത്തുമാറ്റിയ നിലയിലാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പ്രദേശത്തെ റെയിൽവേ ലൈൻ നിൽക്കുന്ന ഭാഗത്തേക്കുള്ള വഴി കൊട്ടിയടയ്ക്കുമെന്നാണ് റെയിൽവേ കരാറുകാരൻ അറിയിച്ചതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. നമ്മുടെ പാലപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഏകദേശം 150ഓളം വീട്ടുകാർ പണ്ട് മുതൽക്കേ താമസിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ എയർക്കോട്ടി പാടശേഖര സമിതിയിൽ 115ഓളം ഏക്കർ ഭൂമിയിൽ വിവിധ കൃഷികൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നുണ്ട്. ഈ പ്രദേശത്തുകാരുടെ പ്രധാന ഉപജീവന മാർഗവും തൊഴിലും കൃഷി തന്നെയാണ്. ഇപ്പോൾ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് റെയിൽവേ ക്രോസ് ചെയ്തിരുന്നത്. രോഗികളായ ആളുകളെയൊക്കെ തന്നെ ചുമന്നിട്ടാണ് നമ്മൾ റെയിൽവേ കടത്തിക്കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. അതുപോലെ തന്നെ പാടത്ത് പണിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ട്രാക്ടർ, കൊയ്ത്ത് യന്ത്രം, മറ്റു അനുബന്ധമായിട്ടുള്ള വിത്ത്, വൈക്കോൽ, അതുപോലെ കൊയ്ത്ത് കഴിഞ്ഞാൽ നെല്ല്, അതുപോലെ തന്നെ നാളികേരമൊക്കെ കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടി തലച്ചുമടായി റെയിൽവേ ട്രാക്ക് കടന്നിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ രീതിയിലുള്ള അവരുടെ വികസന പ്രവർത്തനം റെയിൽവേയുടെ ഭാഗമായിക്കൊണ്ട് ഇവിടെയൊക്കെ അടച്ചു കെട്ടുന്നതിനുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ആവശ്യപ്പെടുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്കൊരു രോഗിയെ ആശുപത്രി കൊണ്ടുപോയതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളും, അതുപോലെ തന്നെ നമുക്ക് കൃഷിക്കാർക്ക് കൃഷി ഉപകരണങ്ങൾ റെയിലിൻ്റെ അപ്പുറത്തേക്ക് കടത്തുന്നതിനും, അതുപോലെ തന്നെ കൃഷിപ്പണി കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ റെയിലിൻ്റെ ഇപ്പുറത്ത് കടത്തി മാർക്കറ്റിൽ എത്തിക്കുന്നതിനുള്ള ഒരു സൗകര്യം വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അത് ഒരു റെയിൽവേ ട്രാക്കുള്ള കാലത്ത് ഇന്നലെ നമ്മൾ കാളവണ്ടിയിലൊക്കെ നമ്മൾ ഈ സാധനങ്ങൾ കൊണ്ടുപോയിരുന്നതായിട്ട് പഴമക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ രണ്ടാമത്തെ റെയിൽ വന്നതോടുകൂടെ, സെക്കൻഡ് ട്രാക്ക് വന്നതോടുകൂടെ ഒക്കെ തന്നെ അടച്ചു കെട്ടി. അതുകൊണ്ട് അതിലിപ്പോൾ പോകാൻ കഴിയില്ല. ഇനിയിപ്പോൾ ഏകമാർഗ്ഗം നമ്മൾ കൊയ്ത്ത് മെഷീനൊക്കെ കൊണ്ടുവരുന്നത് ലക്കിടിയുടെ അപ്പുറത്തുള്ള പൂകാലത്ത് കൂടെ കടത്തിയിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അതൊക്കെ ഭാരിച്ച ചിലവുകൾ വരികയാണ്. അതിപ്പോൾ ഇതിനുള്ളൊരു പരിഹാരമാർഗ്ഗം, പാടത്തെ കാര്യങ്ങൾക്കുള്ളൊരു പരിഹാരമാർഗ്ഗം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മീറ്റിന തടയണയുടെ ആ ഭാഗത്തേക്കുള്ള ഒരു പൂപാലം ഉയരം കൂട്ടി വിസ്താരം കൂട്ടിയിരുന്നെങ്കിൽ നമുക്ക് കൊയ്ത്തിയന്ത്രം പോലുള്ള ഉപകരണങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ട് കൃഷിയുടെ കാര്യങ്ങൾ നടത്താം. ഇവിടെ താമസിക്കുന്ന ആളുകളുടെ മറ്റു കാര്യങ്ങൾ നടത്തണമെങ്കിൽ ഇപ്പോൾ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ടുള്ള പല ഭാഗങ്ങളിലും അടിപ്പാതകൾ റെയിൽവേ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു അടിപ്പാത അനുവദിച്ചു കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവിടെയുള്ള ആളുകളുടെ യാത്രാ ദുരിതം അവസാനിക്കാൻ കഴിയൂ. തീവണ്ടികളുടെ വേഗം വർദ്ധിച്ചതിനാൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നാണ് നാട്ടുകാർക്ക് ലഭിച്ച വിവരം. എറക്കോട്ടിരി മുതൽ കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം ഭാഗം വരെ ഏകദേശം 6 സ്ഥലങ്ങളിലാണ് ജനങ്ങൾ കാലങ്ങളായി സഞ്ചരിച്ചിരുന്ന വഴി കൊട്ടിയടയ്ക്കുന്നത്.
ഇതിന്റെ ഭാഗമായി ചില ഭാഗങ്ങളിലെ വഴികളിൽ റെയിൽവേ ഇരുമ്പ് കുറ്റികൾ സ്ഥാപിച്ചതായും നാട്ടുകാർ പറയുന്നു. റെയിൽവേ ലൈനിനപ്പുറത്ത് 50-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്നതിനൊപ്പം 100 ഏക്കറിലേറെ കൃഷിഭൂമിയുമുണ്ട്. ഭാരതപ്പുഴയ്ക്കും റെയിൽവേ ലൈനിനും മധ്യേയാണ് വീടുകളും കൃഷിസ്ഥലങ്ങളും എന്നതിനാൽ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതായാൽ കർഷകരടക്കമുള്ള കുടുംബങ്ങളെ ഇത് ഏറെ ദോഷകരമായി ബാധിക്കും. ഇവിടെ താമസിക്കുന്നവർക്ക് അസുഖം വന്നാലടക്കം കസേരയിൽ ചുമന്നു വേണം റെയിൽവേ ലൈൻ കടന്ന് വാഹനത്തിൽ ആശുപത്രിയിലെത്തിക്കാൻ. കൃഷിക്കാവശ്യമായ വിത്ത്, വളം, ട്രാക്ടർ, കൊയ്ത്തുയന്ത്രം എന്നിവ എത്തിക്കാൻ ഇപ്പോൾ ലക്കിടി റെയിൽവേ അടിപ്പാതയെയാണ് ആശ്രയിക്കുന്നത്. വിളവെടുപ്പ് കഴിഞ്ഞാൽ നെല്ല്, നാളികേരം, വൈക്കോൽ തുടങ്ങി സാധനങ്ങൾ മാർക്കറ്റിൽ എത്തിക്കാനും കർഷകർ ഏറെ ബുദ്ധിമുട്ടിലാണ്. റെയിൽവേ വികസനം നടപ്പാക്കുമ്പോൾ റെയിൽവേ ലൈനിന് കുറുകെ നടപ്പാതകളോ അടിപ്പാതയോ സ്ഥാപിച്ച് പ്രദേശവാസികൾക്ക് നടക്കാനും വാഹനങ്ങൾ കൊണ്ടുപോകാനും സൗകര്യമൊരുക്കി യാത്രാദുരിതം പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് റെയിൽവേ അധികൃതർക്ക് നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തല പോയാലും BJPയുടെ ചാക്കിൽ കയറുന്ന ആളാവില്ല താനെന്ന് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർലമെന്റിൽ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ഇടതുപക്ഷം ആവശ്യമാണെന്നും A. വിജയരാഘവൻ പറഞ്ഞു. പ്രധാനപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം കഴിഞ്ഞ തവണ മോഡി ജയിച്ചെടുത്ത് ഇക്കുറി അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുന്ന നല്ല മുന്നണികളുണ്ടായിട്ടുണ്ട്. മോഡി തോൽക്കും, ഭൂരിപക്ഷം ഉണ്ടാവില്ല. പക്ഷെ ഭൂരിപക്ഷം ഇല്ലാത്ത മോഡി അധികാരം വിട്ടൊഴിയുമോ? അതൊരു ചോദ്യമാണ്. എന്താ കാരണം? കാര്യമായി വലിയ പണമാണ്. ആ പണമൊക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ആ ചാക്കിന്റെ അടിയിലെ പണം കാണിച്ചു കൊടുത്താൽ കോൺഗ്രസ് ആ ചാക്ക് കയറും. നമ്മളപ്പോ ആ ചാക്ക് നോക്കിയാ നിൽക്കണേ, മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് ചാക്ക് കയറാത്ത ആളായിരിക്കണം MP എന്ന് ഉറപ്പിക്കണം. എന്നെ കുറിച്ച് എനിക്ക് വിശ്വസിക്കാവുന്ന ഏറ്റവും ഉറപ്പുള്ള കാര്യം എന്താ? തല പോയാലും ചാക്ക് കയറൂല എന്ന കാര്യം ഉറപ്പിക്കണം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി പോകണം. ഇന്ത്യ ചരിത്രത്തിൽ ഇന്നുവരെ നമ്മുടെ പാർലമെന്ററി വേദികളെ സാധാരണക്കാരുടെ കാര്യം പറയാൻ ഫലപ്രദമായി ഉപയോഗിച്ച പ്രസ്ഥാനമാണ്. ഇപ്പൊ കഴിഞ്ഞ 10 കൊല്ലമായി ഇന്ത്യയുടെ പാർലമെന്റിൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. അതിസമ്പന്ന വിഭാഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ പാർലമെന്റിന്റെ വേദികൾ പാവങ്ങളെ വിസ്മരിച്ചിരിക്കുക. പാവങ്ങളെ മറന്ന ഇന്ത്യൻ പാർലമെന്റിന്റെ നയങ്ങൾ കാരണം നമുക്കെല്ലാം വരവ് കുറവും ചെലവ് കൂടുതലും. എല്ലാവർക്കും വലിയ വിലക്കയറ്റമുണ്ട്. ഒരാൾക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ പൈസയില്ല. കുട്ടി 12ാം ക്ലാസ് പാസ്സായാൽ പഠിപ്പിക്കാൻ കഴിയുന്നില്ല. കല്യാണം നിശ്ചയിച്ചാൽ കടം പിടിക്കുന്നു. വീട് ഉണ്ടാക്കാൻ ആലോചിച്ചാൽ പലിശയ്ക്ക് കടം പിടിക്കുന്നു. ഈ ദാരിദ്ര്യത്തിന് നടുവിൽ നമ്മളങ്ങനെ ജീവിച്ചു പോകുന്നു. ഒറ്റപ്പാലം മണ്ഡലത്തിലെ മണ്ടഴിയിൽ നിന്നുമാണ് സ്ഥാനാർത്ഥി പര്യടനം ആരംഭിച്ചത്. തുടർന്ന് കടമ്പളിപ്പുറം, അരീരിപ്പറമ്പ്, ഷാരുകോവിൽ, മണ്ണമ്പറ്റ, കൂട്ടിലക്കടവ്, കരിമ്പുഴ, കുലുക്കിളിയാട്, കാരാട്, ചാമപ്പറമ്പ്, വലമ്പരിമംഗലം, രാഗം കോർണർ, പൂക്കോട്ടുകാവ് എന്നിവിടങ്ങളിലും സ്വീകരണം നൽകി. നേതാക്കളായ KS അലീഗ, S. അജയ്കുമാർ, M. ഹംസ, K. പ്രേംകുമാർ MLA, P. അരവിന്ദാക്ഷൻ, P. മൊയ്തീൻകുട്ടി, പ്രകാശൻ, സുനിൽ, K. സുരേഷ്, M. മോഹനൻ, P. സുബ്രഹ്മണ്യൻ, K. ജയദേവൻ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി V. വസീഫ് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ അവസാനഘട്ട പ്രചാരണം നടത്തി. ഓണപ്പുഴയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി പെരിന്തൽമണ്ണ നഗരത്തിൽ സമാപിച്ചു. റോഡ് ഷോ നടത്തിയാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി V. വസീഫ് പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലത്തിൽ അവസാനവട്ട പ്രചരണം പൂർത്തിയാക്കിയത്. ഓണപ്പുഴയിൽ നിന്നും തുടങ്ങിയ റോഡ് ഷോ പുലാമന്തോൾ, ഏലംകുളം, ആനമങ്ങാട്, തൂത, ആലിപ്പറമ്പ്, കരിങ്കലത്താണി, വെട്ടത്തൂർ, മേലാറ്റൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി പെരിന്തൽമണ്ണ നഗരത്തിൽ സമാപിച്ചു. CPM ഏരിയ സെക്രട്ടറി E. രാജേഷ്, DYFI ജില്ലാ സെക്രട്ടറി K. ശ്യാംപ്രസാദ്, സംസ്ഥാന കമ്മിറ്റി അംഗം KP അനീഷ്, ബ്ലോക്ക് സെക്രട്ടറി E. ഷിജിൽ, പ്രസിഡന്റ് M. ഷാഹിദ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. മലപ്പുറം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ ആക്ഷേപഹാസ്യ ഒട്ടൻതുള്ളലും. സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ ബന്ധപ്പെടുത്തി തയ്യാറാക്കിയ ആക്ഷേപഹാസ്യ ഒട്ടൻതുള്ളൽ സ്ഥാനാർത്ഥിയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ചു.
കേന്ദ്രം വാഴും BJP-യുടെ ടീമാണ് നമ്മുടെ മുഖ്യൻ. ആരാ നമ്മുടെ ഈ വിദ്വാൻ? ആരാ നമ്മുടെ ഈ വിദ്വാൻ? പിണറായി വിജയൻ കാരണഭൂതൻ. വിധവകളേറെ വികലാംഗർക്കും ക്ഷേമ പെൻഷൻ കിട്ടാനില്ല. വൃദ്ധവയോധികർ ചട്ടിയെടുത്ത് പിച്ചയെടുക്കണം. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലായി 300ഓളം കേന്ദ്രങ്ങളിൽ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന് വേണ്ടി ആക്ഷേപഹാസ്യ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പോരായ്മകളും ബന്ധപ്പെടുത്തിയാണ് ആക്ഷേപഹാസ്യ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത്. സിദ്ധാർത്ഥൻ ഒരു പാവം പയ്യൻ പറ്റിയതെന്താണെന്നറിയാമോ? തൂങ്ങിയതാണോ? തൂക്കിയതാണോ? തൂങ്ങിയതാണോ തൂക്കിയതാണോ? കണ്ടവരാരും മിണ്ടുന്നില്ല. തുള്ളൽ കലാകാരൻ സുരേഷ് പാമ്പാടിയാണ് ഓട്ടൻതുള്ളൽ കളിച്ചത്. സുബൈർ പന്തല്ലൂരിൻ്റെ വരികൾ മണ്ണൂർ പ്രകാശ് പാടിയാണ് ഓട്ടൻതുള്ളലിലെ ഗാനം ചിട്ടപ്പെടുത്തിയത്. ചമയം തവനൂർ ചന്ദ്രൻ. പര്യടന കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി എത്തുന്നതിന് മുമ്പേ വോട്ടഭ്യർത്ഥിച്ച് ആക്ഷേപഹാസ്യ ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കും. തുറന്ന വാഹനത്തിൽ തയ്യാറാക്കിയ വേദിയിലാണ് അവതരണം. വീട്ടിലടുപ്പതു പുകയുന്നില്ല, ഗ്യാസിന് തീവില കുറയുന്നില്ല. വീട്ടിലടുപ്പതു പുകയുന്നില്ല, ഗ്യാസിന് തീവില കുറയുന്നില്ല. പെട്രോൾ ഡീസൽ വിലയോ പഹയ. പെട്രോൾ ഡീസൽ വിലയോ പഹയ. വാണം പോലത വാനിൽ പോണെ. പെട്രോൾ ഡീസൽ വിലയോ പഹയ. വാണം പോലത വാനിൽ പോണെ. മങ്കട മണ്ഡലം പ്രവാസി ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിച്ച് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി കാളക്കൽ മുഹമ്മദ് അലിയാണ് വാഹന പ്രചരണ ജാഥ നയിച്ചത്. മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. മങ്കട മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാഹന പ്രചരണ ജാഥ പര്യടനം നടത്തി. സഹായിച്ച സംഘടന KMCC എന്നുള്ള സംഘടനയാണ്. ആ സംഘടന വളരെ വലിയ കഷ്ടപ്പെട്ട് അവിടെയുള്ള മലയാളികളൊക്കെ നാട്ടിലേക്ക് അയച്ചപ്പോൾ ഇവിടെയുള്ള ഗവൺമെന്റ് പറഞ്ഞത് എന്താണ്? അവരൊന്നും ഇങ്ങോട്ട് അയക്കേണ്ട, കാരണം അവരൊക്കെ ഈ രോഗവാഹകരാണെന്നാണ്, കോവിഡ് വാഹകരാണ്, അവരെങ്ങോട്ട് അയക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് നമ്മൾ അന്നത്തെ ആരോഗ്യമന്ത്രി, ഇപ്പം നമ്മൾ ടീച്ചറമ്മ എന്നൊക്കെ പറയുന്ന ആ ടീച്ചറും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകളുടെ പല ആൾക്കാരും പറഞ്ഞത് അവരൊന്നും ഇങ്ങോട്ട് അയക്കരുത്, ഇവരാണ് കോവിഡ് പരത്തുന്ന ആൾക്കാരെന്നുള്ളതാണ്. ആ കാലഘട്ടങ്ങളിൽ നാട്ടിൽ വന്ന് അവരെ ഓരോ സ്ഥലത്ത് ഒഴിഞ്ഞ് താമസിപ്പിക്കുക, അവരെ വല്ല ശത്രുക്കളെ പോലെ അല്ലെങ്കിൽ കാഴ്ച ബംഗ്ലാവിൽ വല്ല സിംഹത്തെ പോലെ നമ്മൾ നോക്കിക്കാണുന്ന പോലെ ദൂരത്ത് കാണുക, ഭക്ഷണം അവിടെ കൊണ്ടേ കൊടുത്ത് ഓടിപ്പോവുക, ആ കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ കാലഘട്ടങ്ങൾ ചെയ്തിട്ട്. എന്നിട്ടും ഒരു പ്രശ്നം പറയാതെ പ്രവാസികളൊക്കെ സഹിച്ചു, നാടിന് വേണ്ടി സഹിച്ചു. സ്വാഭാവികമായിട്ടും അവരുടെ വല്ല കാര്യങ്ങളും സംരക്ഷിക്കുന്നത് മുസ്ലിം ലീഗ് തന്നെയാണ്, അല്ലെ UDF ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതേ രീതിയിലുള്ള പരിപാടികൾ നമ്മുടെ കേരളത്തിലെ പല ഭാഗങ്ങളിലും നടത്തുന്നത്. മങ്കട മണ്ഡലത്തിലെ പ്രവാസികൾ, മടങ്ങി വന്ന പ്രവാസികളും അവിടെ ജോലി ചെയ്യുന്ന പ്രവാസികളും എല്ലാവരും കൂടി ഇതേ രീതിയിലുള്ള ഒരു പരിപാടി മുന്നോട്ട് വെച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. UDF വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. KPCC മെമ്പർ റിയാസ് മുക്കോളി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. സലാം മേലെ തലയ്ക്കൽ അധ്യക്ഷനായി. നേതാക്കളായ സയ്യിദ് കോടനാട്, അഡ്വക്കേറ്റ് രാമദാസ്, അഡ്വക്കേറ്റ് AA ജമാൽ, നാസർ ചൂരക്കോട്, കളത്തിൽ ദാവൂദ്, MT കുഞ്ഞുമുഹമ്മദ്, അബ്ദുഹാജി കോമഞ്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് തെങ്കര വെള്ളാരംകുന്നിൽ പഴയ മാർക്കറ്റിൽ അഗ്നിബാധ. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. സമീപ കെട്ടിടങ്ങളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മണ്ണാർക്കാട് കോങ്ങാട് പെരിന്തൽമണ്ണ അഗ്നിരക്ഷാ യൂണിറ്റിൽ നിന്ന് വാഹനമെത്തിയാണ് തീ അണച്ചത്. പഴയ മാർക്കറ്റിൽ കൂട്ടിയിട്ട പഴയ ഫ്രിഡ്ജ്, ടയർ എന്നിവിടങ്ങളിൽ നിന്നാണ് തീ പടർന്നത്. സമീപവാസികളാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. ആക്രി ഉപകരണങ്ങൾ അട്ടിയിട്ട് കിടക്കുന്നതിനാൽ തീയണയാൻ വൈകി. JCBയുടെ സഹായത്താൽ ആക്രി ഉൽപ്പന്നങ്ങൾ ഇളക്കിയിട്ടാണ് തീയണച്ചത്. തൊട്ടടുത്ത് കടകളുണ്ടെങ്കിലും തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. മേലാറ്റൂർ സ്വദേശി ഇസാഖിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. 6 ലക്ഷം ലിറ്റർ വെള്ളം ചെലവായതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആക്രി വസ്തുക്കൾ വലിയ തോതിൽ സ്ഥാപനങ്ങളിൽ സ്റ്റോക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും പഴയ ടയറുകൾക്ക് തീപിടിച്ചത് അണയ്ക്കുന്നത് ശ്രമകരമായ പ്രവൃത്തിയായിരുന്നെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആക്രി കടകളിലൊക്കെ ഇതുപോലെ വേസ്റ്റ് കൂനകൾ കൂടുതലായിട്ട് വരുന്നതായി ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്. അത് ആക്രി കടക്കാർ തന്നെ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ കൂനകൾക്ക് തീ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് നിർത്താതെ പെട്ടെന്ന് കയറ്റിവിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇവിടെ റോഡ് പണിയും മറ്റ് പെരുന്നാളൊക്കെ ആയിട്ട് വന്നതിൽ അധികം സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്. മണ്ണാർക്കാട് നിന്നുള്ള ക്രൂവിലെത്തി ഫയർ വളരെ വലിയ ഫയറായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ കോങ്ങാട് നിന്ന് പെരിന്തൽമണ്ണ പാലക്കാട് സ്റ്റേഷനിൽ നിന്ന് ക്രൂവിൻ്റെ സഹായം തേടി. ആദ്യം തന്നെ നമ്മൾ പരിസര പ്രദേശങ്ങളിലേക്ക് തീ പറ്റാതിരിക്കാനുള്ള മുൻകരുതലുകളായിട്ട് തൊട്ടടുത്തുള്ള വീടുകൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലേക്ക് തീ പറ്റാതെ നോക്കി. അതിനുശേഷം നമ്മൾ പുറത്തുള്ള തീയൊക്കെ കടത്തി ഒരു JCBയുടെ സഹായത്തോടെ ഈ വേസ്റ്റ് കൂനകൾ ഇളക്കി തീ പൂർണ്ണമായിട്ട് കെടുക്കാൻ ചെയ്തത്. ഏകദേശം 1.5 ലക്ഷത്തോളം ലിറ്റർ വെള്ളം നമ്മൾ പമ്പ് ചെയ്തിരുന്നത്. രാത്രി 2:30 തുടങ്ങിയ പ്രവർത്തനം ഇപ്പോൾ ഏകദേശം 7:30 അവസാനിക്കുന്നു. വീണ്ടും ഇടവേള. വാർത്തകളിലേക്ക്. കോതകൃഷി പാലക്കോട് മാരിയമ്മൻ ക്ഷേത്രത്തിൽ നവീകരണ മഹാകുംഭാഭിഷേകത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും മാരിയമ്മൻ പൂജ മഹോത്സവത്തിനും തുടക്കമായി. ഏപ്രിൽ 28 വരെയാണ് ആഘോഷ പരിപാടികൾ. പാലക്കോട് തെരുവ് മാരിയമ്മൻ ക്ഷേത്രത്തിലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന നവീകരണ മഹാകുംഭാഭിഷേകത്തിനും പുനഃപ്രതിഷ്ഠയ്ക്കും മാരിയമ്മൻ പൂജ മഹോത്സവത്തിനുമാണ് ഏപ്രിൽ 22 തുടക്കമായത്. പനാവൂർ നാരായണൻ നമ്പൂതിരി, ചേറമ്പറ്റ തൃക്കാരമണ്ണ, സുധീഷ് ഭട്ടതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്നത്. ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തിങ്കളാഴ്ച ചേറമ്പറ്റക്കാവിൽ നിന്നും മാരിയമ്മയുടെയും മഹാകാളിയുടെയും പുനഃപ്രതിഷ്ഠാ വിഗ്രഹങ്ങൾ പഞ്ചവാദ്യത്തിൻ്റെയും താലത്തിൻ്റെയും അകമ്പടിയോടുകൂടി മാരിയമ്മൻ ക്ഷേത്രത്തിലെത്തിച്ചു. രാത്രി ഹിന്ദു ഐക്യവേദി സംസ്ഥാനാധ്യക്ഷ ശശികല ടീച്ചർ ഭക്തിപ്രഭാഷണം നടത്തി. ചൊവ്വാഴ്ച വിശേഷാൽ പൂജകളും രാത്രി കലാമണ്ഡലം അഭിജോഷും സംഘവും അവതരിപ്പിച്ച ചാക്യാർകൂത്തും അരങ്ങേറി. ബുധനാഴ്ച രാത്രി തരുവക്കോണം പ്രഭാകരൻ്റെ ശിഷ്യരായ കൊച്ചു കലാകാരന്മാരുടെ പഞ്ചാരിമേളവും അരങ്ങേറും. വ്യാഴാഴ്ച ഭക്തിഗാനസുതയും വെള്ളിയാഴ്ച കൊടിയേറ്റവും നടക്കും. ശനിയാഴ്ച അന്നദാനം, തായമ്പക, നൃത്തനൃത്യങ്ങൾ എന്നിവ ഉണ്ടാകും. ഞായറാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് കൈലിയാട് ബാലകൃഷ്ണൻ നയിക്കുന്ന 35-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യം അരങ്ങേറും. 3 മണിക്ക് ഗജവീരൻ്റെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടുകൂടി വിഷ്ണുക്ഷേത്രം വഴി കടുക്കാവ് ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. തുടർന്ന് പഞ്ചവാദ്യം, നാദസ്വരം, തകിൽ, ഉടുക്കടിപ്പാട്ട്, ഗജവീരന്മാർ എന്നിവയുടെ അകമ്പടിയോടുകൂടി മാരിയമ്മൻ മാവിളക്ക് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരും. രാത്രി 11 മണിക്ക് സത്യകുംഭം മഞ്ഞൾ നീരാട്ടോടുകൂടി കടുക്കാവ് ശിവക്ഷേത്രത്തിൽ നിമജ്ജനം ചെയ്യുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് സമാപനമാകും. ഉത്സവാഘോഷ പരിപാടികളിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി ചേറമ്പറ്റ തൃക്കാരമണ്ണ സുധീഷ് ഭട്ടതിരിപ്പാട് പറഞ്ഞു. ഒറ്റപ്പാലം വരോട് റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബിന്റെ സഹകരണത്തോടെ സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. വരോട് MIM ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരത്തിൽ 15 പെരുമ്പാമ്പുകളെയും ഇവയുടെ 25 മുട്ടകളും കണ്ടെത്തി. നഗരത്തിൽ ജനവാസ കേന്ദ്രത്തിലെ പറമ്പിൽ പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ട്രോമ കെയർ വളണ്ടിയർമാരുടെ സഹായം തേടുകയായിരുന്നു. ഇവർ പെരുമ്പാമ്പുകളെയും ഇവയുടെ മുട്ടകളും പുറത്തെടുത്തു. പെരിന്തൽമണ്ണ നഗരത്തിൽ കോഴിക്കോട് റോഡിലെ പുളിയക്കൊത്ത് സലീം എന്നയാളുടെ പറമ്പിലെ മാളത്തിൽ നിന്നാണ് 15 പെരുമ്പാമ്പുകളെയും ഇവയുടെ മുട്ടകളും കണ്ടെത്തിയത്. പാമ്പിനെ കണ്ടതിനെ തുടർന്ന് ട്രോമ കെയർ പ്രവർത്തകരുടെ സേവനം തേടുകയായിരുന്നു. ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് വളണ്ടിയർമാരെത്തി മാളത്തിനുള്ളിൽ കയറിയ പാമ്പിനെ പുറത്തെടുക്കാനുള്ള ശ്രമത്തിൽ 15 പെരുമ്പാമ്പിൻ കുഞ്ഞുങ്ങളെയും ഇവയുടെ വിരിയാറായ 25ഓളം മുട്ടകളും കണ്ടെത്തി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കിയാണ് ഇവയെ പിടികൂടിയത്. ഇനി വാണിജ്യ വാർത്തകൾ. ഹാപ്പി ഹോം അരക്കുപറമ്പിന്റെ 13ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സമ്മാന പദ്ധതിയുടെ ബമ്പർ നറുക്കെടുപ്പ് ഞായറാഴ്ച നടന്നു. 600ഓളം പേർ പങ്കെടുത്ത സമ്മാന പദ്ധതിയിൽ നിന്നും മണ്ണാർമല സ്വദേശി നാസർ അമാനത്താണ് ബമ്പർ സമ്മാനമായ കാർ സ്വന്തമാക്കിയത്. 13 വർഷമായി അരക്കുപറമ്പ് മാട്ടറയ്ക്കൽ പ്രദേശത്ത് പ്രവർത്തിച്ചു വരുന്ന ഹാപ്പി ഹോമിൻ്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മെഗാ സമ്മാന പദ്ധതി സംഘടിപ്പിച്ചത്. ടൈൽസ്, ഗ്രാനൈറ്റ്, ഹാർഡ്വെയർ ഐറ്റംസ്, സാനിറ്ററി, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഉപകരണങ്ങൾ, പെയിൻറ്, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ തുടങ്ങി
വീട്ടിലേക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കി അരക്കുപറമ്പിൻ്റെ വ്യാപാര ഭൂപടത്തിൽ ഇടം പിടിച്ച സ്ഥാപനമാണ് ഹാപ്പി ഹോം. മുമ്പും വിവിധ സമ്മാന പദ്ധതികൾ ഹാപ്പി ഹോമിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിരുന്നു. മാസാന്ത്യ അടവുകളിലൂടെ 8 മാസം കൊണ്ട് 8,000 രൂപ അടച്ചു തീർക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത്. പെരിന്തൽമണ്ണ മണ്ണാർമല സ്വദേശി നാസർ അമാനത്താണ് ബമ്പർ സമ്മാനമായ ആൾട്ടോ K10 കാർ സ്വന്തമാക്കിയത്. നാല് മാസം ഞാൻ അടച്ചിരുന്നു. പിന്നെ ഇന്നലെയാണ് 4,000 അടക്കുന്നത്. ഞാൻ എൻ്റെ വൈഫിനോട് ചോദിച്ചു അടക്കണ്ടേ എന്നുള്ളത് അഭിപ്രായം ചോദിച്ചതിന് ശേഷം ആണ് ഇന്നലെ 4,000 അടച്ചത്. അന്ന് രാവിലെ പിന്നെ ഇന്നലെയൊക്കെ ഞാൻ വൈഫിനോട് പറഞ്ഞാൽ ഞാൻ കാറോടെ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ഊട്ടിയിൽ നിന്ന് വരികയാണ്. ഇപ്പോൾ ഞങ്ങളുടെ വെട്ടത്തൂരുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്നെ കളിയാക്കി വിളിച്ചു. കാറിന് ഞാൻ ആദ്യം മോനെ പറഞ്ഞയക്കണമെന്ന് വെച്ചിട്ട് ജാസ്റ്റിൻ എൻ്റെ മോനെ പറഞ്ഞയക്കണമെന്ന് വെച്ചിട്ട് ഇത് അറിഞ്ഞിട്ടല്ല, കിട്ടി എന്നെ കളിയാക്കിയോണ്ട് ചോദിച്ചിരുന്നു. അവനല്ല കിട്ടിയതിന് സന്തോഷം. കൂടാതെ ഓരോ മാസവും തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് ഗോൾഡ് കോയിൻ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് തുടങ്ങിയ ഇലക്ട്രിക് ഉപകരണങ്ങളും സമ്മാനമായി നൽകിയിരുന്നു. ഞായറാഴ്ച നടന്ന ബമ്പർ നറുക്കെടുപ്പ് എപ്സോ പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് PK അസ്ലം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി അസൻ ലുലു മുഖ്യാതിഥിയായി. മറ്റ് സാമൂഹ്യ, രാഷ്ട്രീയ, വ്യാപാര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ടീം NH ബ്രദേഴ്സ് നയിച്ച എൻ്റർടൈൻമെൻറ്റ് ഷോയും മറ്റ് കലാപരിപാടികളും അരങ്ങേറി. ആകർഷകമായ സമ്മാനങ്ങളുമായി അടുത്ത സമ്മാന പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഹാപ്പി ഹോം ഉടമ ബഷീർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം ബുധനാഴ്ച വൈകിട്ട് അവസാനിക്കും. കൊട്ടിക്കലാശത്തോടെ പ്രചരണം അവസാനിപ്പിക്കാൻ മുന്നണികൾ. വോട്ടുറപ്പിക്കാൻ അവസാനവട്ട ഓട്ടപ്രദക്ഷിണവുമായി സ്ഥാനാർത്ഥികൾ. വർഗീയ കാർഡിറക്കി വോട്ട് പിടിക്കാനുള്ള BJPയുടെ തന്ത്രം ഇനി വിലപ്പോവില്ലെന്ന് പാണക്കാട് മുനവ്വറലി തങ്ങൾ. കേരളത്തിന്റെയും ഇന്ത്യയുടെയും ട്രെൻഡ് മാറി. ഭരണഘടന മാറ്റിമറിക്കാനാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയത് ദുരുദ്ദേശപരവും ഗുരുതരവുമായ പരാമർശമെന്ന് മലപ്പുറം UDF സ്ഥാനാർത്ഥി ടി മുഹമ്മദ് ബഷീർ. ഇത് പദവിക്ക് ചേർന്നതല്ലെന്നും ഭരണഘടനാ ലംഘനമാണ് പ്രധാനമന്ത്രി നടത്തിയതെന്നും ET. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി വിദ്വേഷം പ്രസംഗിച്ചിട്ടില്ലെന്ന് ന്യൂനപക്ഷ മോർച്ച ദേശീയ സെക്രട്ടറി സെയ്ദ് ഇബ്രാഹിം. പ്രധാനമന്ത്രി ന്യൂനപക്ഷങ്ങളുടെ രക്ഷകൻ. B4 മുന്നണിയുടെ പിന്തുണയിൽ LDF ഭരിക്കുന്ന പട്ടാമ്പി നഗരസഭയിൽ UDFന്റെ അവിശ്വാസം. ചെയർപേഴ്സണെതിരെയാണ് UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. നിലവിലെ നഗരസഭാ ഭരണത്തിൽ പലരും അതൃപ്തരെന്ന് UDF കൗൺസിലർമാർ. വഴിമുട്ടുമെന്ന ആശങ്കയിൽ ഒറ്റപ്പാലം എറക്കോട്ടിരിയിൽ റെയിൽവേ ലൈനും ഭാരതപ്പുഴയ്ക്കും മധ്യേ താമസിക്കുന്ന 50ഓളം കുടുംബങ്ങൾ. വികസനത്തിന്റെ പേരു പറഞ്ഞ ഈ ഭാഗത്തേക്കുള്ള നടവഴി റെയിൽവേ അടയ്ക്കാൻ ഒരുങ്ങുന്നതായി പ്രദേശവാസികൾ. ബദൽ മാർഗം ഒരുക്കണമെന്നും ആവശ്യം. ഒറ്റപ്പാലം ലക്കിടി മുളഞ്ഞൂരിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ സ്വർണ്ണമാല പൊട്ടിച്ച കേസ്. റെയിൽവേ ജീവനക്കാരനടക്കം 2 പേർ അറസ്റ്റിൽ. റെയിൽവേ ജീവനക്കാരനായ അശോക് കുമാർ, മീറ്റ്ന സ്വദേശി പ്രശാന്ത് എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.